ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വാക്ക് ഇൻ അതോറിറ്റി. വാക്ക് ഇൻ അതോറിറ്റി, അധികാരത്തോടെ ജീവിക്കുക. പറഞ്ഞേ. ഉൽപ്പത്തി പുസ്തകം 1:26 മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം കർത്താവ് പറഞ്ഞു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലെ ഉള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികളുമേലും മൃഗങ്ങളുമേലും സർവ്വഭൂമിമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അടുത്ത ആൾ പറയുക, വാഴുക. വാഴുക. ഭാര്യ ഭർത്താവിൻ്റെ മേലും ഭർത്താവ് ഭാര്യയുടെ മേലും വാഴുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇവിടെ എന്തിൻ്റെ മേലാണ്? മത്സ്യത്തിൻ്റെ മേലും ഇഴജാതികളുടെ മേലൊക്കെ വാഴാനാണ് പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും വാഴണ്ട. ഇവിടെ കാണുന്നത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് സ്രഷ്ടാവ് വാഴുവാനുള്ള അധികാരം നൽകി. അപ്പം അതിൽ പ്രത്യേകിച്ച് ഇഴജന്തുക്കളൊക്കെ ഉണ്ട്, അതിനകത്ത് ഉണ്ടല്ലോ. പക്ഷെ ഒരു ഇഴജന്തു വന്നിട്ട് വീട്ടിലെ മമ്മിയോട് കുശലമൊക്കെ പറഞ്ഞ് പറ്റിച്ച് എന്തു ചെയ്തു? ആ ഇഴജാതിയെ വാഴേണ്ടതിന് പകരം കൗശലപൂർവം ഈ അധികാരത്തെ തട്ടിയെടുത്തു. അതുകൊണ്ടാണ് പാമ്പിനെ കണ്ട ഇപ്പം നമ്മൾ ഓടുന്നു. അതിൻ്റെ മുകളിൽ വാഴാനാണ് പറഞ്ഞത് അല്ലേ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, പെരുമ്പാമ്പിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടും, സിംഹത്തിൻ്റെ മേൽ. അങ്ങനെ എഴുതിയിരിക്കുന്നത്. പക്ഷെ സിംഹം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് ഓടും. അതുപോലത്തെ അവസ്ഥയിലായി. കാരണം ഒറിജിനൽ അതോറിറ്റി, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒറിജിനൽ അതോറിറ്റി, സാക്ഷാൽ ആദ്യത്തെ ആരംഭത്തിൽ നമുക്ക് ലഭിച്ച അധികാരത്തെ ഈ ഇഴജന്തു തട്ടിക്കൊണ്ടുപോയി. അഥവാ പിശാച് അത് കൊണ്ടുപോയി. അതുകൊണ്ട് കർത്താവ് മനുഷ്യനായി വന്ന് അതിനെ തിരിച്ചു പിടിച്ചു. സംശയിച്ചാൽ അടിക്കണോ അടിക്കാറായോ എന്നൊക്കെ നോക്കണം. അടിക്കുക, ഏതായാലും അടിക്കുമല്ലോ, ഏതായാലും വന്നില്ലേ, അടിക്കുക. എൻ്റെ പ്രസംഗത്തിന് ആരും കൈയടിക്കരുത്. ഇത് കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നേടിയെടുത്ത ജയമാണ്. തിരിച്ചു പിടിച്ചു. മത്തായി 28:18-19 തിരിച്ചു പിടിച്ച ശേഷം, that means after the resurrection, before ascension, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ്, മത്തായി 28:18-19 നമ്മൾ കാണുന്നത്, യേശു അടുത്ത് നിന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പം ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയത് ഒരു ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അവർക്കൊന്നും മനസ്സിലാവില്ലായിരിക്കും അല്ലേ? മലയാളം ഇവർക്കൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓരോന്ന് അടുത്തിരുത്തി ചെയ്തോളൂല്ലേ? എനിക്ക് ഹിന്ദി അറിയില്ല. ഹിന്ദി പഠിപ്പിച്ചതെന്ന് പറയാം. ഇവിടെ കണ്ടായിരുന്നോ? 31:26 ആദ്യം കൊടുത്തത് 3-ാം അധ്യായത്തിൽ വെച്ച് പോയി. 33 വെച്ച് പോയി. എന്നാൽ മത്തായി 28:18-19 കർത്താവ് എന്താ പറയുന്നത്? എല്ലാവരും ഉറക്കി വായിച്ചേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും കർത്താവ് നമുക്ക് വേണ്ടി തിരിച്ചു പിടിച്ചു. അവിടെ ആയിരുന്നു ഇരുന്നേ, പക്ഷെ നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് മനുഷ്യനായിട്ട് ഇതെല്ലാം തിരിച്ചു പിടിച്ചു, നമുക്ക് പറ്റാത്തത് കൊണ്ട്. അതിനുശേഷം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, therefore go. എന്തുകൊണ്ടാണ് പോകാൻ പറഞ്ഞത്?
അധികാരം തിരിച്ചു പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആ അധികാരം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു നൽകുക. നിങ്ങളുടെ പൂർവ്വപിതാവ് ആദ്യ മനുഷ്യൻ ആദാം നഷ്ടപ്പെടുത്തി കളഞ്ഞ അധികാരത്തെ മക്കളെ ഇതാ ഞാൻ തിരിച്ചു പിടിച്ച് കയ്യിലേക്ക് വീണ്ടും നൽകുകയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെടുക. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അപ്പോസ്തലപ്രവൃത്തികൾ 1:8 പറയുന്നതനുസരിച്ച് യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോകാൻ പറഞ്ഞു. അടുത്ത ആളോട് പറയുക, അറ്റം വരെയും പോയില്ലെങ്കിലും അടുത്ത വീട്ടിലെങ്കിലും പോകാൻ പറ. ഭൂമിയുടെ അറ്റം വരെ പോയില്ലെങ്കിലും എവിടെ പോകണം? അടുത്ത വീട്ടിലെങ്കിലും ഒന്ന് പോയി സുവിശേഷം പറ. അങ്ങനെയെങ്കിൽ ഈ അധികാരം എനിബഡി ഇൻട്രസ്റ്റ്? അടുത്ത വീട്ടിൽ ആരാണെന്നറിയോ? അതുപോലും പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ, പ്രത്യേകിച്ച് സിറ്റിയിലുള്ളവർക്ക്. ഇങ്ങനെ പോകാൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് 3 രീതിയിൽ ഇതിനോട് പ്രതികരിക്കാം. 1, ഡോണ്ട് ഗോ. 2, ഗോ. നമ്പർ 3, സെൻഡ്. 3 കാര്യം ചെയ്യാം. ഒന്നുകിൽ പോകാതിരിക്കുക, അല്ലെങ്കിൽ നീ പോവുക, അല്ലെങ്കിൽ ചിലരെ അയക്കുക. രണ്ടാമത്തതും മൂന്നാമത്തതും ചെയ്താൽ മതി. എന്ത് ചെയ്യണം? പോകുകയും വേണം, അയക്കുകയും വേണം. പറ. നമ്മൾ പോയി സുവിശേഷം പറയുകയും വേണം, ചിലരെ അയക്കുകയും വേണം. കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഞാൻ തയ്യാറാണെന്ന് പറ. പോകാനും അയക്കാനും എല്ലാം ഞാൻ തയ്യാറാണ്. ഐ എം റെഡി ടു ഗോ. ഐ എം റെഡി ടു സെൻഡ്. ഹല്ലേലൂയ. മർക്കോസ് 16 കർത്താവ് ഇതുപോലെ തന്നെ അവസാന സമയത്ത് പറയുന്നൊരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് 16 മുതൽ വായിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും. എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്തെടുക്കും. പിന്നെ കുറേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആരുടെ നാമത്തിലാണ്? അവൻ്റെ നാമത്തിൽ. ദാവീദ് ഗോലിയാത്തിനെ നേരിടുന്ന സമയത്ത് അവൻ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അവൻ്റെ ആശ്രയം കല്ലിലും കവിണയിലുമായിരുന്നില്ല. പറഞ്ഞേ, ദാവീദിൻ്റെ ആശ്രയം ചെറുപ്പം മുതലിങ്ങനെ പരിശീലിച്ചിട്ടുള്ള കല്ലിലും കവിണയിലുമായിരുന്നില്ല അവൻ്റെ ആശ്രയം. അവൻ പറഞ്ഞത്, നീ നിന്ദിച്ചിട്ടുള്ള യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. അവൻ്റെ ആശ്രയം ദൈവനാമത്തിലായിരുന്നു. അപ്പം നമ്മളാരും നമ്മുടെ നാമത്തിൽ പോകണ്ട, ആരാൻ്റെ നാമത്തിൽ പോകണ്ട, യേശുവിൻ്റെ നാമത്തിൽ പോയാൽ മതി. കൊലോസ്യ ലേഖനം 2:15 അനുസരിച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ അവൻ ആയുധവർഗം വെപ്പിച്ചു. അവരുടെ കയ്യിൽ ഒരായുധം പോലുമില്ല. ലൂക്കോസ് 9:1 യേശു കർത്താവ് 12 ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവർക്ക് ശക്തിയും അധികാരവും നൽകി. പറഞ്ഞേ, ശക്തിയും അധികാരം. 2 കാര്യം കൊടുത്തു. ഏതൊക്കെയാണ്? ശക്തി, അധികാരം. ശക്തി എന്ന് പറയുന്നതിന് പവർ. അധികാരം എന്ന സ്ഥലത്ത് അതോറിറ്റി, പവർ ആൻഡ് അതോറിറ്റി. മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ഡുനാമിസ് ആൻഡ് എക്സൂസിയ. പറയാമോ? ഡുനാമിസ്, എക്സൂസിയ. ഡുനാമിസ് എന്ന് പറയുന്നത് എന്താണ്? ശക്തിയാണ്. എന്തെങ്കിലും ചെയ്യാനുള്ള ശക്തി, ബലം, എബിലിറ്റി. എക്സൂസിയ, അധികാരം എന്ന് പറയുന്നത് ഡെലിഗേറ്റഡ് റൈറ്റ് ടു യൂസ് ദ പവർ. പകർന്ന് നൽകപ്പെട്ട അധികാരമാണ്.
ഒരാൾ വേറൊരാളെ അധികാരപ്പെടുത്തി, എനിക്ക് പകരമായി നീ പോ. അങ്ങനെ ഒരു അധികാരം നമുക്ക് തന്നതിൻ്റെ പേരാണ് എക്സൂസിയ, അധികാരം. ലൂക്കോസ് 10:19 പറയുന്നത്, ഐ ഹാവ് ഗിവൻ യു അതോറിറ്റി ഓവർ ഓൾ ദ പവർ ഓഫ് ദി എനിമി. ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എല്ലാവർക്കും കസേരയിൽ നേരെ ഇരിക്കാം, നിവർന്നിരിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, അംബ്രോസ് ബ്രദറിന് മാത്രമല്ല, രാജ്മോഹൻ പാസ്റ്റർക്ക് മാത്രമല്ല, സജിത് ബ്രദറിന് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ എന്നറിയപ്പെടുന്ന വർഗത്തിന് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനും സകല പൈശാചിക ശക്തികളുടെയും മുകളിലൊരു അധികാരമുണ്ട്. പലരും അത് ഇപ്പോഴാണ് അറിയുന്നത്. അടുത്ത ആൾ പറയും, ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായെന്ന് പറയും. ഇപ്പോഴെങ്കിലും അറിയണം, സഹോദരിമാരറിയണം, സഹോദരന്മാരറിയണം. ഏതെല്ലാം തരം പൈശാചിക ശക്തികളുണ്ടോ അതിൻ്റെ എല്ലാം മുകളിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് അധികാരമുണ്ട്. അടുത്ത ആളെ തോണ്ടി വിളിച്ചിട്ട്, പിന്നെ എന്തിനാ കോഴിത്തല കാണുമ്പോൾ ഓടുന്നതെന്ന് ചോദിക്കേ. എടാ, അതിൻ്റെ മുകളിലല്ലേ കർത്താവ് നിനക്ക് അധികാരം തന്നിരിക്കുന്നേ. ബ്രദറെ, എൻ്റെ വീട്ടിൽ എന്തോ കുഴിച്ചിട്ടിട്ടെന്നാ പറയുന്നത്, പാസ്റ്റർ വന്നൊന്ന് പ്രാർത്ഥിക്കുവോ? അത് സ്പെഷ്യൽ അധികാരികളെ കൊണ്ടുവരണം അത് കുഴിച്ചിട്ട് എടുക്കാൻ. കേരളത്തിൽ എവിടെയാണ് കുഴിച്ചിടാത്ത ഒരു സ്ഥലം കാണും? കുഴിച്ചിടാത്തൊരു സ്ഥലം കേരളത്തിൽ കാണിച്ചു തരാമോ? എല്ലാത്തിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ വീട് വെച്ച് കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് ഹല്ലേലൂയ പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നത്. ഞാനിതൊന്നും കുഴിച്ച് എടുക്കാൻ പോകാറില്ല, കാരണം ഒന്നും സമയമില്ല. ഇതിൻ്റെ ഗ്ലൗസൊക്കെ ഇട്ട് അതെടുത്ത് ഇതൊക്കെ നാറ്റിക്കുന്നതിൻ്റെ ആവശ്യം എന്താ? അതവിടെ കിടക്കട്ടെ. അതിൻ്റെ മുകളിൽ വാഴുവാൻ അധികാരം. വീട്ടിൽ ഭർത്താവും ഭാര്യയായിട്ടൊരു വലിയ പ്രശ്നമുണ്ട്. ഈ വീട്ടിലെന്തോ കുഴിച്ചിട്ടുണ്ടെന്നാ, പാര എവിടെ, കമ്പിപ്പാര എവിടെ, കുത്തറ കുഴിക്കുക. ഈ പണിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അതിന് മുകളിൽ സ്വോത്രം പറഞ്ഞ് ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഇതെല്ലാം കത്തിച്ച് മൊത്തം ചാരമായി പോകും. അത്രേ ഉള്ളൂ. എടാ, നിന്റെ അകത്തിരിക്കുന്ന തീയാണ്. നിന്നിലിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്നുള്ളൊരു വിചാരം പോലും നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ഭീരുവായി ജീവിക്കില്ല. വാക്ക് ഇൻ അതോറിറ്റി, അധികാരത്തിൽ ജീവിക്കുക. തന്ന അധികാരമെങ്കിലും യൂസ് ചെയ്യേ. സൂപ്പറായിട്ട് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമക്കളുടെ അകത്തെ വിചാരം ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു പ്രവാചകനാണെന്ന് അങ്ങ് വിചാരിക്കും. ഞാൻ പറഞ്ഞു തരാം. ആരോ എനിക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, സത്യമാണ്. കാരണം നിനക്കെതിരെ പലരും പലതും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നിനക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കയില്ലെന്ന് എഴുതിയിരിക്കുന്നു. ഉണ്ടെന്ന്. നിനക്കെതിരെ പലരും പലതും ചെയ്തിട്ടുണ്ട്. അടുത്ത ആൾ വിളിച്ചിട്ട് പറ, അവരുടെ കാശ് പോയി എന്ന് പറ. അവരുടെ കാശ് പോയി. അത് ചെയ്യാനും ചെയ്യിപ്പിക്കാനും നടന്ന കാശ് പോയി. കാരണം ഇവിടെ അടിച്ചിട്ട് പറയും, എനിക്ക് ഏൽക്കില്ല എന്ന് പറ. എങ്ങനെ ഏൽക്കാനാ പറ? ലഡു ഉറുമ്പരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ തീക്കനൽ ഉറുമ്പരിക്കുന്നത് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. റോങ്. ഇവിടെ പറയാം, ലഡു ഇല്ല, ലഡു അത് ഉറുമ്പ് വന്ന് പൊതിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ തീക്കനൽ ഉറുമ്പ് പൊതിഞ്ഞ് ഇങ്ങനെ തീക്കനൽ തിന്നുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അടുത്ത് വരുമ്പം അത്രേ ഉള്ളൂ. നിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് തീയാണെങ്കിൽ, ദൈവകൃപയാ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വന്നപ്പോൾ ഐസ്ക്രീമായിട്ടോ
ലോലിപ്പോപ്പായിട്ടോ അല്ല വന്നത്, അഗ്നി നാവുകളായിട്ടാണ് അവൻ വന്നത്. എടാ അതല്ലേ അകത്തിരിക്കുന്നേ. ചോദ്യം, നീ ലോലിപ്പോപ്പാണോ തീയാണോ? നിന്റെ അകത്തിരിക്കുന്നത് ഐസ്ക്രീമാണോ, ലോലിപ്പോപ്പാണോ, തീയാണോ? എനിക്കൊരു സംശയം. അടുത്ത തീയാണെങ്കിൽ നിന്നെ ഓടുന്നെന്ന് ചോദിക്കും. തീയാണെങ്കിൽ നിന്നെ കാണുമ്പോൾ അത് ഓടണം. നിനക്കെതിരെ ശത്രുക്കൾ വരില്ലെന്ന് പറഞ്ഞിട്ടില്ല, വരും. പക്ഷെ 7 വഴിയായി, ഇങ്ങോട്ട് ഒരു വഴിക്കാ വന്നത്, 7 വഴിയായി ചിതറി ഓടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നിന്റെ അകത്തുള്ളത്. ഫലിക്കയില്ല എന്ന് തൊടുകയില്ല. നമുക്കെതിരായി വരും ആയുധങ്ങൾ ഫലിക്കയില്ല എന്ന് തൊടുകയില്ല. വിലാപങ്ങളെ നൃത്തമാക്കിയിടും താൻ പുതുഗാനത്താൽ നമ്മെ നിറച്ചിടുമേ. എന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളും നമ്മെ പിരിയുകില്ല. എന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമല്ലോ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളും പിരിയുകില്ല. ആമേൻ, 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 ആമേൻ. എല്ലാവരും കൈകൾ ഉയർത്തി. ശക്തിയും അധികാരവും രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. അത് തിരിച്ചറിയുന്നവർ ജയാളികളായി ജീവിക്കും, അധികാരത്തിൽ ജീവിക്കും. തിരിച്ചറിയാത്തവർ ഇരകളായി ജീവിക്കും. അവർ പലതിൻ്റെയും ഇരകളാണ്. സോ ടുഡേ യു നീഡ് ടു മൂവ് ഫ്രം എ വിക്ടിം മെൻറ്റാലിറ്റി ടു എ വിക്ടർ മെൻറ്റാലിറ്റി. ഞാനൊരു എന്തിൻ്റെയൊക്കെ ഇരയാണ്, അടിമയാണ്. ആരൊക്കെയോ ക്ഷുദ്രം എനിക്ക് വേണ്ടി ചെയ്തു, മന്ത്രം എനിക്ക് വേണ്ടി ചെയ്തിരിക്കുക, ഏതൊക്കെയോ വൈശാചിക ശക്തികൾ വീട്ടിൽ വന്ന് ഡിസ്കോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ഇരകളാണ് ഞങ്ങൾ. വെറുതെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനക്കാരേ വീട്ടിലേക്ക് പോവാം, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക എന്ന് പറയുന്നത് നിർത്തിയിട്ട് അതിൻ്റെ തലമുണ്ടിൽ ചവിട്ട് നിന്നിട്ട് യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ നൽകിയ ശക്തിയും അധികാരവും എനിക്കുമുണ്ട്, ഇറങ്ങടാ പുറത്ത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇന്നെല്ലാവരുടെ അകത്ത് വരണം. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും എനിക്കെതിരെ ആരോ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് സംശയിച്ചിട്ടുള്ള, ഇപ്പോഴത്തെ കാര്യമല്ല, നേരത്തെ സംശയിച്ചിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തും. അണക്കിടൊന്നും വേണ്ട, അങ്ങോട്ട് പൊക്ക്. പല പ്രാവശ്യം 10,000 പ്രാവശ്യം സംശയിച്ചു കാണും അല്ലേ? നമ്മളെല്ലാവരും സംശയിച്ചിട്ടുണ്ട്, നോ പ്രോബ്ലം. പക്ഷെ ഇന്ന് തിരിച്ചറിവുണ്ടാകട്ടെ. ഇന്നങ്ങ് മനസ്സിലായി, ഇന്നൊരു തീരുമാനം ഉണ്ടാക്കുക. എന്താണത്? ഇനി ഇവറ്റകളെ ഞാൻ ഭയപ്പെടുകയില്ല. ഏത് ടൈപ്പ് സാധനങ്ങൾ? ഈ വരുന്ന ഇഴജന്തുക്കളും, അങ്ങനെ വരുന്നതും ഇങ്ങനെ വരുന്നതും, ജനൽ കൂടെ വരുന്നതും, മണ്ണിനടിയിൽ കുഴിച്ചിടുന്നതും, പൊടി, ഭസ്മം, ഓം ക്രീം, ഐസ്ക്രീം, ഇതൊന്നും എനിക്കിനി ബാധകമല്ല. ഞാൻ വേറൊരു ലെവലിലാണ് ജീവിക്കുന്നത്. അല്ല, ഈ ഓം ക്രീം, ഐസ്ക്രീം എപ്പോഴെങ്കിലും ഓർമ്മ വന്നാൽ അടുത്ത് ഓടിച്ചെന്ന് ഒരു ഏതെങ്കിലും ഒരു ഐസ്ക്രീം പാർലറിൽ ചെന്ന് നല്ല ഒരു ഐസ്ക്രീം മേടിച്ചങ്ങ് തിന്നേക്കുക, അകത്താക്കുക. അതോടെ പ്രശ്നം തീർന്നു, തണുക്കട്ടെ. നമ്പർ 2, സ്റ്റാൻഡ് ഇൻ യുവർ പൊസിഷൻ ഓഫ് അതോറിറ്റി. വളരെ പെട്ടെന്നാണ് പോകുന്നത്. നിങ്ങളുടെ അധികാര സ്ഥാനത്ത് ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ അധികാരത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അടുത്ത ആളോട് പറയുക, നിങ്ങൾക്ക് ദൈവം തന്ന അധികാരത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. പറഞ്ഞില്ല, അത് പറഞ്ഞിട്ടേ ബാക്കി പറയുള്ളൂ. അടുത്ത ആളോട് പറയുക, നിങ്ങൾക്ക് ദൈവം തന്ന അധികാരത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. എഫെസ്യ ലേഖനം 2:6,
ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇതെന്തൊരു തെറ്റാണല്ലോ. ഇങ്ങനെ ഒരു വാക്യമുണ്ട് വചനത്തിൽ. ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇത് തെറ്റല്ലേ? ഞാൻ ഭൂമിയിലല്ലേ? ഈ വചനം തെറ്റല്ലേ? ഈ വചനം തെറ്റല്ലേ? നിങ്ങളുടെ ബൈബിളിലുണ്ടോ എന്ന് നോക്ക്. ബൈബിൾ കൊണ്ടുവന്നിട്ട് എത്ര വർഷങ്ങളായി. ഇപ്പം മൊബൈലല്ലേ കൊണ്ടുവരുന്നത്. അതിൻ്റെ അകത്തുണ്ടെങ്കിൽ നോക്ക് എങ്ങനെയാണ് വചനം. ക്രിസ്തുവേശു നേരെ ക്രിസ്തുവേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ സമയത്ത് എന്നെയും അവനോടുകൂടെ ആത്മാവിൽ ഉയർപ്പിച്ച് സ്വർഗസ്ഥലത്ത് അവനോട് കൂടെ അങ്ങ് ഇരുത്തി എന്നാണ് ഈ വചനം. 17 പേർക്ക് വിശ്വാസമുണ്ട്. അവർ കൈയടിച്ചു. താങ്ക് യു. ദാറ്റ് 17 people. താങ്ക് യു. God raised us up with Christ and seated us with him. Where? In the heavenly realms in Christ Jesus. ഒത്തിരി പേർക്ക് അറിയാത്തൊരു പരമ രഹസ്യം പറയാം. ഈ നമ്മളൊക്കെ ജനിച്ചത് കുറച്ച് നാൾ മുമ്പാണ്. പക്ഷേ യേശു മരിച്ചത് 2000 വർഷം മുമ്പാണ്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ, നിത്യനായ ദൈവത്തിൻ്റെ കണ്ണിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അറിയാമോ? യേശു അരിമത്യക്കാരെ യോസഫിൻ്റെ കല്ലറയിൽ നിന്നും ഉയർത്ത് പുറത്തേക്ക് വന്ന സമയത്ത് അവനോട് കൂടെ അവനിൽ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടാനിരിക്കുന്ന എല്ലാവരെയും കൂടെ ഉയർപ്പിച്ചുകൊണ്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. അതാണ് ഈ പറയുന്നത്. അതെപ്പോഴാണ് നടപടിയായത്? യേശുവിനെ സ്വന്തം കർത്താവായി സ്വീകരിച്ചപ്പോൾ റോമാലേഖനം 10:9 അനുസരിച്ച് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ടേറ്റു പറയുകയും, അടുത്തത് കേൾക്കണം, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത ആ നിമിഷം അത് ആക്റ്റീവായി. കൺഫ്യൂഷനുള്ളവരോ ഇല്ലാത്തവരൊക്കെ കൈയടിച്ചു. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? നമ്മൾ ജനിച്ചത് ഈയിടെയാണ്. കർത്താവ് ചെയ്തത് പണ്ടാണ്. പക്ഷേ നിത്യനായ ദൈവത്തിൻ്റെ കണ്ണിൽ എന്നൊരാൾ രക്ഷിക്കപ്പെടുന്നു, അന്ന് അയാളുടെ ആത്മാവ്, ശരീരമല്ല, ആത്മാവ് യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ആദ്യം മുതൽ താഴേക്ക് വിവരിച്ചു വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സവിസ്തരം പോഡ്കാസ്റ്റിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരി പേര് അത് കണ്ടില്ല എന്ന് നടിക്കുന്നു, കാണുന്നില്ല. ഞാൻ ഉത്തരവാദിയല്ല. പ്രയോജനമുള്ള ഒന്നും മറച്ചു വെക്കാതെ എല്ലാം തരുന്നുണ്ട്. പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾ കുറ്റവാളികളാണ്. അടുത്ത ഞായറാഴ്ച മുതൽ ഈ പോഡ്കാസ്റ്റ് കാണാത്തവരെ ആ ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടണ്ട കേട്ടോ. കാരണം ഈ വചനം നല്ല സൂപ്പർ സാധനം, സോളിഡ് ഫുഡ് കിട്ടണ്ടേ. ഞായറാഴ്ച അറിയാമല്ലോ, ഇത്ര സമയക്കുറവാണ്, പെട്ടെന്ന് അതൊക്കെ പറഞ്ഞു പോവുക. ബാക്കിയുള്ളതെല്ലാം കൂടെ മോർണിംഗ് ഗ്ലോറിയിലും ഒക്കെ വരുന്നുണ്ട്. മോർണിംഗ് ഗ്ലോറി ആണെന്ന് എത്ര പേരുണ്ട്? മോർണിംഗ് ഗ്ലോറി കണ്ടവരുണ്ടോ? കാണാതെ പോയി. കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്. കാണാത്തവർ കൂടെ നാളെ മുതൽ 7 മണിക്ക് എല്ലാ ദിവസവും രാവിലെ ലഭിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, സ്പിരിച്വൽ ബ്രേക്ക്ഫാസ്റ്റാണ് മോർണിംഗ് ഗ്ലോറി. എല്ലാ ദിവസവും ഇത് കാണണം. ചിലർക്ക് തിരക്ക് പിടിച്ച് ജോലിക്ക് പോകണം, കുഴപ്പമില്ല. അതിന് ശേഷമായാലും കാണണം, വൈകിട്ട് വന്നിട്ടായാലും കാണണം. ജോലി കഴിഞ്ഞ് നോട്ട്സ് എഴുതി വെക്കണം, പഠിക്കണം, വചനം പഠിക്കണം. വചനം പഠിച്ച് ഉറയ്ക്കുന്ന ഒരാളെ പിശാചിനോ അവൻ്റെ അമ്മാവിയമ്മക്കോ അമ്മായിയച്ഛനോ ആർക്കും വന്ന് ഉപദ്രവിക്കാൻ സാധ്യമല്ല. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-22 വരെ വായിക്കുമ്പോൾ അവിടെ യേശുവിനെ ഉയർപ്പിച്ച് കൊണ്ടുപോയിരുത്തിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവനോടൊപ്പം കർത്താവ് നമ്മെയും കൊണ്ടുപോയി ഉയർപ്പിച്ച് വച്ചിരിക്കുകയാണ്. നമ്പർ 3, സ്പീക്ക് വിത്ത് അതോറിറ്റി. അധികാരത്തോടെ സംസാരിക്കുക. സംസാരിക്കുമ്പോഴും അധികാരത്തോടെ സംസാരിക്കണം. ഭർത്താവിനോടല്ല,
ഒത്തിരി പേര് അങ്ങനെയാണ് ഇത് ഏറ്റെടുക്കുന്നത്. ഇനി മുതൽ ഞാൻ അധികാരത്തിൽ സംസാരിക്കുള്ളൂ. ഇവിടെ വാ ഭർത്താവേ, ഇവിടെ വാ, കാപ്പി എടുത്ത് വെക്കുക. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. പിന്നെ എന്തിനെക്കുറിച്ചാണ്? ആത്മീയ അധികാരങ്ങളോട്, വാഴ്ചകളോട്, പൈശാചിക ശക്തികളോട് ഡീൽ ചെയ്യുമ്പോൾ ഈ ഭർത്താവിനോടും ഭാര്യയോടും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ആ ഒരു അധികാരമില്ലേ, ആ അധികാരം പൈശാചിക ശക്തികൾ വരുമ്പോൾ എന്താണ് ഓടുന്നത്? അവിടെ കാണിച്ചുകൂടെ? അത് അവിടെയാണത് കാണിക്കേണ്ടത്. ആ സമയത്ത് എല്ലാവരും വിളിക്കും, അംബ്രോസ് പറയാം, വാ പ്രാർത്ഥിക്കും. അവിടെയാണ് അധികാരം കാണിക്കേണ്ടത്. റോമലേഖനം 10:10 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക, വാ കൊണ്ട് രക്ഷക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ തൊടുക. ഈ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇങ്ങനെ വൃത്തത്തിൽ വരച്ച് വെക്കുക. എന്നിട്ട് പറഞ്ഞു ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട സാധനമാണ്. ഏത്? ഈ വായ. അതിലാണ് സാധനം ഇരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടതുപോലും വായ് കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോഴാണ്, മനസ്സിൽ ചിന്തിച്ചപ്പോഴല്ല, ഹൃദയത്തിൽ വിശ്വസിച്ചപ്പോഴല്ല. ഹൃദയത്തിൽ വിശ്വസിച്ചത് വായ് കൊണ്ട് പറഞ്ഞു, യേശു എൻ്റെ സ്വന്തം കർത്താവാണ്. വാ! ആ സമയത്ത് ഇത് രക്ഷിക്കപ്പെട്ടു. അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞേക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞ, യേശു എൻ്റെ സ്വന്തം കർത്താവും രക്ഷകനുമാണ്. അത് പറയുമ്പോൾ മാത്രമേ, 2000 വർഷം മുമ്പ് വന്നു കിടക്കുകയാണ് രക്ഷ. പക്ഷെ എനിക്ക് കിട്ടിയത് എപ്പോഴാണ്? വായ് കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ. ഇത് ആ നിമിഷം മുതൽ ക്രിസ്തീയ ജീവിതം മുഴുവനും അങ്ങനെ തന്നെയാണ്. വാ കൊണ്ട് പറയണം, അവൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യമായിരിക്കും. രക്ഷ മാത്രമല്ല, രോഗസൗഖ്യമാണ്. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ പറയണം, ഞാൻ ശപിക്കപ്പെട്ടവരാണ്, ഞാൻ ശപിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശാപത്തിൽ കിടക്കും. എന്നാൽ അനുഗ്രഹത്തിൻ്റെ അധിപതിയായ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഞാൻ വാ കൊണ്ട് പറഞ്ഞാൽ അത് ആക്ടിവേറ്റഡായി, അത് അനുഭവിക്കാൻ തുടങ്ങും. റോങ് ചർച്ച്. I'm sorry. ഇതൊക്കെ പറയാത്തവർ ഇന്ന് തുടങ്ങി പറഞ്ഞു തുടങ്ങണമെന്ന്. വായ ഇവിടത്തോട് ഇത് പ്രാധാന്യമുള്ളതാണ്. ഇതുകൊണ്ട് പറയുന്നതിനനുസരിച്ചാണ് അനുഭവിക്കുന്നത്. അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വന്ന് ചിറകടിച്ച് കയറണമെങ്കിൽ വായ്ക്കവൻ നന്മ കൊണ്ട് തൃപ്തി. വായ് ഈ അധരദ്വാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുകൊണ്ട് കുരള പറയരുത്. ഇതുകൊണ്ട് വേണ്ടാത്ത പറയാതെ, നെഗറ്റീവ് പറയാതെ വചനം പറയണം, വിശ്വാസം പറയണം, അധികാരത്തിന്റെ വാക്കുകൾ പറയണം. അവസ്ഥകൾ മാറും, ജീവിതം മാറും, അന്തരീക്ഷം മാറും. ഇവിടെ നോക്കി, നിങ്ങൾ വീട്ടിലെ അന്തരീക്ഷം മാറണമെങ്കിൽ എൻ്റെ സ്വിച്ച് എവിടെ ഇരിക്കുന്നത്? സ്വിച്ച് ബോർഡിൽ എത്രാമത്തെ സ്വിച്ചാണ്? അവിടെയല്ല, ഇവിടെ ഇരിക്കുക. ഇതാണ് സ്വിച്ച്. വീട്ടിലെ അന്തരീക്ഷം മാറണമെങ്കിൽ സ്വിച്ച് ഇവിടെയാണ്. അന്തരീക്ഷം മാറുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മക്കളെ വിളിച്ചിട്ട്, ചിലർ മക്കൾ വിളിക്കുന്ന ഓമന പേരാണ് കഴുത. എടാ കഴുത ഇവിടെ വന്ന്. അപ്പോൾ ആ കഴുതയുടെ അപ്പൻ്റെ പേരെന്താ? അല്ല, സംശയം ചോദിച്ചാൽ. അമ്മയുടെ പേരെന്താ? തള്ളക്കഴുത, തന്തക്കഴുത. ശരിയാണോ? ചിലർ മക്കൾ വിളിക്കുന്ന കുരങ്ങെന്നാണ്. അപ്പോൾ വിളിച്ച ആളാരായി? തന്തക്കുരങ്ങൻ അല്ലെങ്കിൽ തള്ളക്കുരങ്ങൻ അല്ലേ? അതോടെ കുരങ്ങിൻ്റെ ഭവനമായി ആ വീടങ്ങ് മാറും. ഞാൻ പറഞ്ഞ വീട്ടുപേര് മാറ്റണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. വീട്ടുപേരങ്ങ് മാറ്റുക അല്ലേ? വീട്ടുപേരങ്ങ് മാറ്റിയാൽ പോരെ? ആധാർ കാർഡിലും റേഷൻ കാർഡിലും എല്ലാത്തിലും വീട്ടുപേരങ്ങ് മാറ്റുക. ഇപ്പോഴത്തെ പേര് മാറ്റിയിട്ട് കുരങ്ങൻ്റെ ഭവനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാനരഗൃഹം എന്നെങ്ങനെയാണ് പറയണേ, എന്താണെന്ന് വെച്ചാൽ അതങ്ങ് ഇട്ടേക്കുക. കാരണം എല്ലാ മക്കൾ കുരങ്ങന്മാർ, ഓട്ടോമാറ്റിക്കലി അപ്പനും അമ്മയും എല്ലാം കുരങ്ങന്മാരായി. അപ്പോൾ അത് കുരങ്ങിൻ്റെ ഭവനമായി. പിന്നെ എങ്ങനെ പിള്ളേർ കുരങ്ങിൻ്റെ അല്ലാത്ത സ്വഭാവം കാണിക്കും? നീ തന്നെയല്ലേ പ്രവചിച്ചത്. പകരം മക്കളെ നോക്കി വിളിക്കണം,
എന്ത് വിളിക്കണം എന്ന് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ നല്ല പേരുകൾ വിളിക്കണം. ഹല്ലേലൂയ. ഒരു വീട്ടിൽ ചെന്നപ്പോഴേക്കും, ഒരു വീട്ടിൽ ഞാൻ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ താമസിക്കുന്ന സമയത്ത് പൊന്നേ എന്നൊരു വിളി കേട്ടു. പൊന്നേ. ഞാൻ ആരെയാണ് വിളിക്കുക? കുറച്ച് കഴിഞ്ഞപ്പോൾ വൈഫ് കറിപാത്രമായിട്ട് വന്നു. ഇതെൻ്റെ പൊന്നാണ്. അതെ, ഭർത്താവ് പറയും ഇതാണ് എൻ്റെ പൊന്ന്. ഞാൻ പൊന്നെന്ന് വിളിക്കും. അവളുടെ പേര് പൊന്നമ്മയെന്നൊന്നുമല്ല, വേറെ എന്താ വേറെ ഒഫീഷ്യൽ നെയിം എന്തോ ആണ്, പക്ഷേ വിളിക്കുന്നത് പൊന്നെന്നാണ്. വില കൽപ്പിച്ചു, അതിൻ്റെ അല്ല അതിൻ്റെ അർത്ഥം അല്ലേ, വില കൽപ്പിച്ചു. അപ്പം ഡാഷ് വിളിക്കരുത്, അത് നിർത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട. വീട്ടിലെ അന്തരീക്ഷം മാറ്റണമെങ്കിൽ മക്കളെ അതിനനുസരിച്ചുള്ള അവരെന്തായി തീരാൻ ആഗ്രഹിക്കുന്നോ ആ പേരുകൾ വിളിക്കണം. കൈയടിച്ചെങ്കിലും കുട്ടൻസ് മനസ്സിലായിട്ടില്ല. ഒന്ന് വായിച്ചു നോക്ക്. സദൃശവാക്യം 18:21 വായിച്ചു നോക്ക്. സ്ക്രീനിലുണ്ട്, വായിക്കും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. മരണവും ജീവനും എവിടെ ഇരിക്കുന്നത്? ഇവിടെയാ. ഈ വീട്ടിൽ നന്മ വരണമെങ്കിൽ, അനുഗ്രഹം വരണമെങ്കിൽ, ജീവൻ വരണമെങ്കിൽ എവിടെ ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. വാ കൊണ്ട് എന്ത് പറയണം? അധികാരത്തിൽ വേണം സംസാരിക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല പറഞ്ഞത്. പൈശാചിക ശക്തി അഥവാ നിങ്ങൾക്ക് തോന്നുകയാണ് എന്തോ ഒരു പൈശാചികമായ ഒരു രീതി, ഒരു പാറ്റേൺ കാണുന്നുണ്ടെന്ന് തോന്നിയാൽ പെട്ടെന്ന് ഇരിക്കരുത്, നേരെ എഴുന്നേറ്റ് നിൽക്കണം. ഈ ഷോൾഡറൊക്കെ നേരെ വെക്കണം. പിടിച്ചു നോക്കി. ചിലർ ഇങ്ങനെയാണ്. ആരാണത്? ദൈവപുത്രൻ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രക്ഷിക്കപ്പെട്ടു പോയി എന്നുള്ളൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. അതാണ് പിന്നെ ബ്ലെസ്സിങ് ടുഡേയിലും പോയി, അതുകൊണ്ട് അതോടെ എല്ലാ ബ്ലെസ്സിങ്ങും പോയി. അതാണ് ഇങ്ങനെ. പകരം ഷോൾഡറൊക്കെ സ്ട്രെയിറ്റ് ആക്കി ഇങ്ങനെ നിന്നിട്ട് വേണം സംസാരിക്കാൻ. എന്നിട്ട് പറയണം, പിശാചേ ഇതെൻ്റെ വീടാണ്, നിൻ്റെ അല്ല. ഇപ്പോൾ ഇറങ്ങണം. ഇപ്പോൾ. അതിന് വലിയ വിദഗ്ധന്മാരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിനക്കധികാരമുണ്ട്. നീല വീട്ടുകാരൻ. നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറിയാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? സോഫയുടെ അടിയിൽ പോയി വിളിച്ചിരിക്കുമോ? കള്ളൻ കയറിയാൽ എന്ത് ചെയ്യും? ബാക്കി സീനൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞ് കുളമാക്കണ്ട. ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ചെയ്യേണ്ടത് എന്താണ്? ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങടാന്ന് പറയണം. ഇത് എൻ്റെ വീടാണ്, ഇറങ്ങ്, ഇപ്പോൾ ഇറങ്ങ്. പലരും പല രീതിയിലാണ് കൈകാര്യം ചെയ്യും. ചിലരതിന് കള്ളനെ പിടിച്ച് നല്ല രീതിയിൽ അങ്ങനെ കെട്ടിയിട്ടിട്ട് പിന്നെ പോലീസിനെ വിളിച്ചു വരുത്തി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തവരുണ്ട്. ഒത്തിരി സംഭവങ്ങളുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇറക്കി വിടാനുള്ളൊരു മനോധൈര്യമെങ്കിലും കാണണം. ഒരു വീട്ടിൽ ഒരു സ്ത്രീ എപ്പോഴും പറയും, അയ്യോ കള്ളം കയറുമോ, അയ്യോ കള്ളം കയറുമോ, ഒന്നുകൂടി നോക്കട്ടെ, അയ്യോ കള്ളം കയറുമോ. എല്ലാ ദിവസവും 4-5 പ്രാവശ്യം പോയിട്ട് വാതിൽ ചെക്കി, കള്ളം കയറും 30 വർഷമായി. അവസാനം ഒരു ദിവസം കള്ളം കയറി. ഭർത്താവ് പറഞ്ഞു, പോകരുത്, എനിക്ക് വൈഫിനെ വിളിച്ച് നിന്നെ ഒന്ന് കാണിക്കാനുണ്ട്. 30 വർഷമായിട്ട് അവൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കള്ളം നിന്നെ കാത്തിരിക്കുക, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു. വൈഫിനെ വിളിച്ചേ, നീ പ്രതീക്ഷിച്ച ആൾ ഇതാ വന്നിരിക്കുന്നു. അടുത്ത ആൾ പറ, പറഞ്ഞു വരുത്തരുതെന്ന് പറ, വിളിച്ചു വരുത്തരുതെന്ന് പറ. ഹല്ലേലൂയ. നെഗറ്റീവായത് പ്രതീക്ഷിച്ച് മുൻകരുതലെടുക്കുന്നത് വാതിൽ അടക്കുന്നതിനൊന്നും ഞാൻ എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ ഇത് പ്രതീക്ഷിച്ചിരിക്കരുത്. കർത്താവേ, ശക്തന്മാരായ ദൂതന്മാരെ എൻ്റെ വീടിന് ചുറ്റും നീ കാവൽ നിർത്തിയിരിക്കയാൽ. മാത്രമല്ല, ഇസ്രായേലിൻ്റെ പരിപാലകന് ഉറക്കം വരില്ല, ഉറക്കം തൂങ്ങുന്നില്ല.
പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി എന്തിനാ ഉറക്കമൊഴിഞ്ഞിരിക്കുന്നത്? ഞാനങ്ങ് ഉറങ്ങാം, ഇതാ ഞാൻ വീഴുന്നു നിൻ്റെ കൈകളിലേക്ക്, കിടന്നുറങ്ങുക, കൂർക്കം വലിക്കുക. ആവശ്യത്തിന്, ഒത്തിരി വേണ്ട. കാരണം അടുത്ത് കിടക്കുന്ന ആൾക്ക് ഉറങ്ങണ്ടേ. ഹല്ലേലൂയ. നമ്പർ 4, വാക്ക് ഇൻ ഹോളിനെസ് ടു മെയിൻറ്റെയിൻ അതോറിറ്റി. ഈ അധികാരം നിലനിർത്തണമെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കണം. വായിച്ചത്, അധികാരം നിലനിർത്താനായി വിശുദ്ധിയിൽ ജീവിക്കേണ്ടതുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. എങ്ങനെയും ഈ അധികാരം നിലനിൽക്കുകയില്ല. യാക്കോബിന്റെ ലേഖനം 4:7 പറയുന്നത്, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിന് കീഴടങ്ങണം. പലരും പിശാചിനെ ശാസിച്ചിട്ടും പോകാത്തതിൻ്റെ കാര്യം ദൈവകൃപയിലും വിശുദ്ധിയിലും ജീവിക്കാത്തത് കൊണ്ടാണ്. എങ്ങനെയും ജീവിച്ചിട്ട് പിശാചിനോട് പോകാൻ പറഞ്ഞാൽ പോകുന്നില്ല, തലേ കയറിയിരിക്കും. തെളിവ് തരാം. അപ്പോസ്തലപ്രവൃത്തികൾ 19-ാം അധ്യായം 13 മുതൽ 16 വരെ വായിക്കുമ്പോൾ ചില യഹൂദന്മാരിൽ ചിലർ പൗലോസൊക്കെ ഇങ്ങനെ ഭൂതങ്ങളെ പുറത്താക്കി നടക്കുന്നത് കണ്ടപ്പോൾ ചിലര് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ പോ പിശാചേ എന്ന് പറഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പിശാചിനങ്ങ് ദേഷ്യം, ഭൂതങ്ങൾക്ക് ദേഷ്യം വന്നിട്ട് ഒരു മഹാപുരോഹിതൻ, സ്കേവ എന്നു പേരുള്ള ഒരു മഹാപുരോഹിതൻ്റെ 7 മക്കൾ ഈ പരിപാടി ചെയ്യുക. എന്താ പറയുന്നത്? പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ പോവും. ഈ ഭൂതഗ്രസ്തൻ ചെയ്തത് കുറേ നാളൊക്കെ സഹിച്ചു. ഇവനെന്ത് കാര്യം? അത് പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം, നിങ്ങളാരാ? ചാടി വീണു, അവരുടെ വസ്ത്രം പറിച്ചു കീറി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, നഗ്നരായി രക്തം വാർന്നുകൊണ്ട് അവർ ഓടിപ്പോയി. 7 മക്കൾ, അത് ആരുടെ മക്കളാണ്? മഹാപുരോഹിതൻ്റെ 7 ആൺപിള്ളേര് നഗ്നരായി ഓടുകയാണ്. ഭൂതങ്ങൾ അവനെ ആക്രമിച്ചു. ഇതാണ് പല സ്ഥലത്തും സംഭവിക്കുന്നത്. എന്തുകൊണ്ട്? അവർ യേശുവുമായി അവർക്കൊരു ബന്ധമില്ല. പൗലോസിൻ്റെ കെയർ ഓഫിലാണ് ഭൂതങ്ങളെ പുറത്താക്കാൻ ശ്രമിച്ചത്. അല്ല, നീയായി തന്നെ യേശുവിൽ വിശ്വസിച്ച് യേശുവുമായുള്ള വലിയ ബന്ധത്തിൽ ജീവിച്ച് പരിശുദ്ധാത്മ നിറവിൽ അഭിഷേകത്തിൽ വേണത് ചെയ്യാൻ. ആത്മാർത്ഥമായിട്ട് കൈയടിക്ക്, തീരുമാനിച്ചുകൊണ്ട് കൈയടിക്ക്. ഞാൻ ദൈവകൃപയിൽ നിൽക്കും, അഭിഷേകത്തിൽ നിൽക്കും, വിശുദ്ധിയിൽ നിൽക്കും. ആരുടെയെങ്കിലും കെയർ ഓഫിലല്ല ഭൂതത്തെ പുറത്താക്കേണ്ടത്, നിന്റെ അകത്തിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. ലാസ്റ്റ് വൺ, യൂസ് യുവർ അതോറിറ്റി ടു സെർവ് അതേഴ്സ്. ഈ അധികാരം നൽകുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ പ്രയോജനത്തിനല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. മത്തായി 10-ാം അധ്യായം 7 മുതൽ 8 വരെയൊക്കെ വായിക്കുമ്പോൾ അധികാരവും ശക്തിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. ഈ അധികാരം നൽകുന്ന എന്തിനു വേണ്ടിയാണ്? ഒത്തിരി പേരെ സൗഖ്യമാക്കാൻ, ഒത്തിരി പേരെ ശുശ്രൂഷിക്കാൻ, ഒത്തിരി പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എനിബഡി ഇൻട്രസ്റ്റ്? അധികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ പോക്കറ്റിലിട്ടുകൊണ്ട് വീട്ടിൽ പോയിരിക്കരുത്. ഒത്തിരി പേരെ വിടുവിക്കുക. ഇതൊരു വിടുതലിൻ്റെ ശുശ്രൂഷയായി മാറട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അധികാരമുണ്ട്. വിടുതലിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ ഈ അധികാരം പ്രാപിച്ചവർ ഇന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും. ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ആ ബസ് ഓടിക്കുന്ന ഡ്രൈവറുടെ ഭൂതത്തെ പുറത്താക്കാനൊന്നും ശ്രമിക്കരുത്. എല്ലാവരും അപകടത്തിലാവും. അങ്ങനെ ചെയ്യാനല്ല പറഞ്ഞത്. വളരെ സെൻസിബിളായി ദൈവാത്മാവിൻ്റെ നിയോഗം പോലെ ഈ ഒരാഴ്ച പല ആളുകളുടെ അടുക്കലേക്കും പോയി അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ അധികാരത്തിൽ പലരെ വിടുവിക്കാൻ, ചില വീടുകളിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ. ഒരിക്കൽ വന്നുകൊണ്ടിരുന്നു, എന്നാൽ പിന്മാറ്റത്തിൽ പോയ ആളുകളെ വീടുകളിലേക്ക് ചെന്ന് ആ വീടിനകത്ത് കയറി യേശുവിൻ്റെ അധികാരത്തിൽ പ്രാർത്ഥിച്ച് അവരെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്താൻ
നിങ്ങൾക്ക് അധികാരമുണ്ട്. അടിക്ക്, അധികാരമുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. അബ്രഹാമിൻ്റെ ജ്യേഷ്ഠൻ പേര് നാഹോർ അല്ലേ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ നാഹോർ അല്ല, ലോത്തിൻ്റെ അപ്പൻ, സഹോദരപുത്രനാണ് ലോത്ത്. കൂടെയാണ് യാത്ര ചെയ്തത്. പിന്നീട് ഉണ്ടായ സംഭവം അറിയാം. രണ്ടുപേരുടെ ആടുമാടുകളൊക്കെ ഇടയന്മാരൊക്കെ വർദ്ധിച്ചു. സൊദോം ഗൊമോറയിലേക്ക് അല്ലേ ഭാഗത്തേക്ക് പോയി. അങ്ങനെ പാർക്കുന്ന സമയത്ത് ഒരിക്കൽ ഈ ലോത്തിനെയും ഇവരെല്ലാവരും കൂടി ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയി. മൊത്തം ആളുകളെ കൊണ്ടുപോയി. അബ്രഹാം എന്ത് ചെയ്തു? എനിക്ക് പാര പണിതവനാണ് ഇവൻ. കാരണം ഞാൻ മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ട ഇവൻ അവസാനം എന്ത് ചെയ്തിരിക്കുന്നു? എന്നിൽ നിന്ന് വേർപെട്ട് പോയി, ഉപദ്രവങ്ങളുണ്ടാക്കി, ഇടയന്മാർ തമ്മിലടിച്ച് അവനെ ദൈവം ശരിക്ക് കണക്കിന് കൊടുത്തിരിക്കുന്നു എന്നല്ല വിചാരിച്ചത്. പകരം തൻ്റെ വീട്ടിൽ വളർന്ന 318 ആളുകളെ ഇങ്ങ് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് പോയി ലോത്തിനെയും അവൻ്റെ സകലത്തെ എന്ത് ചെയ്യണം? തിരിച്ചു പിടിച്ചു കൊണ്ടുവരണം. അവർ 318 പേർ വലിയ രാജാക്കന്മാർക്കെതിരെയാണ് ഈ പോയിരിക്കുന്നത്. 4-5 രാജാക്കന്മാരെന്തോ ഒരുമിച്ച് വന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഈ വെറും 318 പേർ പോയി അവരെ കീഴ്പ്പെടുത്തി ലോത്തിനെയും ഭാര്യയെയും കുടുംബത്തെയും ആടുമാടുകളെയും വസ്തുക്കളെ സകലവും തിരിച്ചു കൊണ്ടുവന്നു. ആർക്കുണ്ട് ധൈര്യം? ആർക്കുണ്ട് നട്ടല്ല? ഒരിക്കൽ യേശുവിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്ന പലരും പിന്മാറ്റത്തിൽ പോയെങ്കിൽ പ്രാർത്ഥിച്ച് അധികാരത്തിൽ അവരൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു അഭിഷേകം ഇന്നിവിടെ ഇറങ്ങുന്നു.